ഇഷ്ടപ്പെട്ടോ നിനക്ക്? അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാഗ് കൊണ്ടുവരണം. എൻ്റെ കയ്യിൽ ബാഗ്സ് ഒന്നും ഇരിപ്പില്ല. അപ്പോൾ ബാഗ് ചേട്ടൻ്റെ കയ്യിൽ ഇരിക്കുക. ഞാൻ എന്തൊക്കെയാണ് എടുത്ത് വെച്ചേക്കണമെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതൊരു ടോട്ടൽ മെസ്സായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇതെല്ലാം ഞാനിപ്പം ഒതുക്കും കേട്ടോ. ആക്ച്വലി ഇതുപോലെ നമുക്ക് ഡ്രസ്സെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കണം. ഭയങ്കര എസ്തറ്റിക്കായിട്ടൊന്നും ഇരിക്കുന്നില്ല. ഐ എം വെരി സോറി. കുറച്ച് മെസ്സാണ്. അപ്പം ഇത് എല്ലാം ഇങ്ങനെ ഡ്രസ്സ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ്നർ, ബ്ലോ ഡ്രയർ, എൻ്റെ ഹെയർ ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ പറന്നൊക്കെ ഇരിക്കും. ഇപ്പോഴേ അങ്ങനെയാണ് ഇരിക്കുന്നത്, സെറ്റ് ചെയ്യാതെ ഇട്ടേക്കണോണ്ടാണ്. പിന്നെ ഷാംപൂ, കണ്ടീഷണർ, മെഡിസിൻ, പിന്നെ കുറച്ച് ഡ്രസ്സ്, പിന്നെ എൻ്റെ അല്ലാത്ത ടോയ്ലറ്റ് ഐറ്റംസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാഗ് കൊണ്ടുവന്നിട്ട് അതിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നന്ദിച്ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വാവ എണീറ്റില്ല. ഇനി വാവയെ കുളിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡി ആവാനായിട്ട്. സോ ഇനി നമുക്ക് പോകുന്ന വഴി കാണാം. ഓക്കെ? എന്തോ എവിടെ പോണ്? നീ പണിയെടുക്കാൻ ഇനി വേറെ ആള് വേണ്ട. പെട്ടെന്ന് ആവട്ടെ, പോയി എടുത്തിട്ട് വാ. ഓ മൈ ഗോഡ്, വീണ കുഞ്ഞി, നിന്റെ കാലിൽ കൂടെ ഇപ്പൊ വീണിരുന്ന് എങ്ങനെ ഇരുന്നേനാ? ഹായ് ഹായ്, എവിടെ പോണ്? എവിടെ പോയിരിക്കുവാ? ക്യൂട്ട്നെസ് വാരി വെതറുവാ നീ. നമ്മൾ എത്ര മണിയാകുമ്പോ എത്തും? 8 മണിക്ക് എത്തോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടെ നേരത്തെ പോയിട്ട് ആ സമയത്താണ് എത്തിയത്. തൃശ്ശൂരല്ല, നമ്മള് ഇവിടെ ചേട്ടൻ്റെ കൂടെ പോയത്. ഇത് സ്പീഡിലായിരിക്കുമല്ലേ പോണ്? ടാറ്റ പറയൂ. ഹായ് ടാറ്റ പറയൂ. ടാറ്റ ടാറ്റ ടാറ്റ, ബൈ ബൈ. പോസ് ചെയ്ത് നിക്കണോക്ക്. ബൈ ബൈ. ഓക്കെ, പോയിട്ട് വരാം. അയ്യോ, കൂട്ടുകാരനും അയ്യോ, രണ്ടുപേരും ഒരുപോലെ ഇരിക്കണല്ലേ. ചേച്ചിയെ പോലെ മാറ്റണോ? ഞാൻ മാറ്റാം. സോണി ചേട്ടൻ പോലെ നോക്കണ, അനിയനെ നോക്കണ. ഇതാരെയാണ് വലക്കുന്നത്? ആന്റിനെയാണോ? ആന്റി മൈൻഡ് പോലും ചെയ്യണ്ട. ആന്റി ബിസി. ആന്റിയുടെ ഭാവിയെടുത്ത് ബിസി. പാട്ടോണാണ് അവിടെ കേൾക്കുന്നില്ല. ഞങ്ങളിതേ ഫുഡ് കഴിക്കാനായിട്ട് ഹാപ്പിക്കോയിൽ വന്നു. നമ്മുടെ ചട്നിമാമയുടെ തന്നെ നോൺ വെജ് റെസ്റ്റോറൻറ്റ്, വഴിയോരക്കടയുടെ ആയി റെസ്റ്റോറൻറ്റ്. നല്ല അറ്റ്മോസ്ഫിയർ, ബാക്കിലൊക്കെ അടിപൊളി സെറ്റപ്പ്. Let's go. പൗള് വാങ്ങിച്ചതാണോ? പൗളിപ്പോ അവരാണ്. ഇതൊരു രഹസ്യമായിട്ടൊക്കെ നോക്കണേ. കുഴപ്പമില്ല. ഞാൻ ഫ്രൈഡ് റൈസ് എന്താ വേണം? എന്തെങ്കിലും പറയൂ. അവൻ എത്ര ചോറ കഴിക്കണേ? ഞാൻ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുകയും. എത്ര കഴിക്കുമോ? കുറച്ചുകൂടെ ഇട്ടാ? അല്ല, ഞാൻ ഇത് നെയ്യ് ഒഴിക്കാൻ പോവാ. ഇതിൽ നിന്ന് തന്നെയാ ഞാൻ കൊടുക്കല്.
ആ അത് ഞാൻ ഒഴിക്കാൻ തണ്ടിരിക്കും ഫ്രഷ് നെയ്യ്. അല്ല വാങ്ങിച്ചല്ല, ഉണ്ടാക്കിയത്. ഇതും കൂടെ ഒഴിക്കട്ടാ? അല്ല കുറച്ചുകൂടെ ഇട്ടാ. ഞാൻ കൈ വെച്ച് എനിക്ക് കൊടുക്കണം. ഒരു ജിഞ്ചർ ലൈം മതിയാ നിനക്ക് വേണ്ടേ? എന്ത്? ഓക്കെ, അപ്പോൾ നമ്മൾ നൂഡിൽസ് ഓർഡർ ചെയ്തു. എന്തോ ആ ആ താങ്ക് യു. നമ്മുടെ ഫുഡ് വന്നു. നൂഡിൽസ്, ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, ഫ്രൈഡ് റൈസ്. നാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അത് നാനാണോ? ഇതൊക്കെയാണ് കാഴ്ച. ഓക്കെ, ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നണ്. ഇവിടെ ഒരാൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കണ്. ഇവിടെ ഒരാൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കണ്. ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നണോ? ഹോട്ടൽ അത്യാവശ്യം വലുതാണ്. നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നോക്കി ഹോട്ടൽ ചെക്ക് ചെയ്ത് നോക്കാം. ഫുഡ് ഇതുവരെ കഴിച്ചില്ല. അതേ ഫുഡ് ഇവിടെ കൊണ്ട് വെച്ചേക്കണേ ഉള്ളൂ. എല്ലാവരും കൂടെ കൈ കഴുകാനായിട്ട് പോയിരിക്കുക. എന്താ ഇപ്പോൾ സമയം 6:15. ഞങ്ങൾ പാതി വഴി നിൽക്കുന്നേ ഉള്ളൂ. ഇന്ന് കാർത്തികേയൻ്റെ വർഷയുടെ ആനിവേഴ്സറി ആണ്. അപ്പം വൈകിട്ടൊരു ഡിന്നറുണ്ട്. അതിന് എത്തുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. മിക്കവാറും എത്തണം. കുറച്ചൊന്ന് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഒരിടത്ത് നിർത്തിയിരിക്കുക. അപ്പോൾ ഞാനും കിറ്റയുണ്ട്. വാവയോടെ പാല് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇവനും പാല് കൊടുത്തു. ഇവനും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിരിക്കുക. അയ്യോ, എത്തിയാൽ മതിയായിരുന്നു. ഇനി രാത്രി ഡിന്നറിനി അവിടെ പോയിട്ടേ ഉള്ളൂ. അതുവരെ വിശക്കാതിരിക്കുമായിരിക്കും അല്ലേ? വാവയ്ക്ക് പക്ഷേ ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇനി ഒരു 3 hours ഒക്കെ എടുക്കുമെന്ന് തോന്നുന്നു എറണാകുളം എത്താനായിട്ട്. നോക്കാം. അതുകൊണ്ടോ ലിപ്സ്റ്റിക്കിനെ തിന്നുന്നതാണ് ഇതിങ്ങനെ. ഇടും തിന്നും ഇടും തിന്നും. എനിക്കും ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? എനിക്ക് ഉണ്ടാവാറുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വീണ്ടും റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ ഞങ്ങൾ ഇവിടെ എത്തി. കാർത്തികേയൻ്റെ വർഷം ഇവിടെ വന്നു. അയ്യോ, ഇപ്പൊ ഒരു കാർ റേസിംഗ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഹലോ 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 ചേട്ടാ, 10 മണിന്ന് പറഞ്ഞ 9:30 അതോടെ ഫ്ലാറ്റായി. 1/2 മണിക്കൂർ ഉറങ്ങി. ഞാൻ അതാണ് ചോദിച്ചത്. കുടിച്ച് ഫ്ലാറ്റായി. ചേട്ടാ ബിരിയാണി ചായ കുടിച്ച് സുന്ദരിയായിട്ടുണ്ട്. എന്റെ സ്വന്തം. Come on, let's have some juice.
ഇപ്പോഴേ പ്രാക്ടീസ് ആണ്. ഒരാൾക്ക് ഇവിടെ ദൂരെ കിട്ടി. ചിലപ്പോ ഇവ ഇവിടെ നടന്ന അപ്പുറത്ത്. അവനൊരു എക്സ്പ്രഷനും ഇല്ലാതിരിക്കുന്നുണ്ട്. ശരു ആത്മാർത്ഥമായി ശ്രമിക്കണുണ്ടോ, നടക്കണില്ല. പക്ഷെ മൂന്ന് മാസത്തെ വലിയ ഇവർ ഒരേ ക്ലാസ്സിൽ പഠിക്കണം. അച്ഛൻ്റെ മോൻ തന്നെ ചോദിച്ചു വാങ്ങിയാണ്. വ്ലോഗിങ് പഠിപ്പിക്കുക രണ്ടുപേരും. ഹായ് കാണിച്ചു കൊടുക്ക്. ഹായ് ഹായ് ഹായ്. ടാറ്റ പറ. ദോ ടാറ്റ പറയൂ. എന്തോ ഒരു സാധനം കിട്ടിയ സന്തോഷം. വളർത്താണ്. യു ക്യാൻ ഡു ഇറ്റ്. എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ആത്മാർത്ഥമായിട്ട്. അയ്യോടാ ഓ എനിക്കറിഞ്ഞോ സത്യയുടെ പണി എന്താന്ന് എനിക്കറിഞ്ഞൂടെ. ഇതാണ് ഞാൻ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തത്. നമ്മളെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ്. സോ ക്യൂട്ട്. നല്ല ഭംഗിയുണ്ട്. ഇഷ്ടപ്പെട്ടോ നിനക്ക്? അല്ലെങ്കിൽ നിനക്ക് സവാന ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. സവാന ഗേൾ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കാർത്തിക് സൂര്യ. ഹാർട്ട് വർഷം. ഇവിടെ 2 ഹാർട്ട്, പിന്നെ 3 ഇല, 4 ഇല, 5 ഇല. കൊള്ളാം. കൈവിട്ട് കൈവിട്ട്. എന്താ പാട്? ഹാപ്പി ആനിവേഴ്സറി ടു യു. അയ്യോ കഴിഞ്ഞ ടു യു. എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് നന്ദി. താങ്ക് യു താങ്ക് യു താങ്ക് യു. എല്ലാവർക്കും കുറച്ച് കഴിക്കാം. കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ മൊമെന്റ് വിട്ടു. അതായിട്ടാണ് സത്യം. അല്ല
അതെന്താ അവരുടെ ഫേവറേറ്റ് പിക്കാണോ? മാമ മാമി അറിയാ മാമി അകത്ത് അണ്ടിപ്പരിപ്പുണ്ട് ഹെൽത്തിയാ അറിഞ്ഞു തന്ന ഗിഫ്റ്റാണ്. താങ്ക് യു സോ മച്ച്. നമ്മളിത് മോളത്തെ പരിപാടി കഴിഞ്ഞിട്ട് താഴെ ഫുഡ് കഴിക്കാനായിട്ട് പോവാം. അവിടെ കിട്ടില്ല ഡിന്നർ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഡിന്നർ വന്നിട്ട് രാത്രി ഇപ്പത് 11:30 ആയി. ഓ അടിപൊളി ഡിന്നർ, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. നിങ്ങളാരാ? അതെ അതെ ആർക്കെങ്കിലും പാത്രം ഒന്ന് കണ്ണൂരെ അതെ ഞാൻ എവിടെ ഇരിക്കണം? എന്റെ കൊച്ചതേ സോനിച്ചണ്ട കയ്യില്. സോനിച്ചണ്ട കൊച്ചതേ ഇവിടെ. എന്റെ കൊച്ചു തോല അവിടെ. എടാ ആള് മാറിപ്പോയാ? അച്ഛനമ്മേ മാറിയാ? കൊച്ചു മാറിപ്പോയി. എന്റെ കൊച്ചു തോന്നിയിരിക്കും. ഓക്കെ ഫുഡ് സ്റ്റാർട്ടായി. പൊട്ടറ്റോ കൊടുക്ക. ഇത് പൊട്ടറ്റോ അല്ലേ? ആണല്ലോ സ്മാഷ് പൊട്ടറ്റോ. ചെറിയ സ്പൂൺ. അതിൽ ഉപ്പുണ്ടോ? ബ്രൊക്കോളി കൊടുക്കും. എല്ലാത്തിലും ഉപ്പുണ്ടോ? ബ്രൊക്കോളിയിലില്ല കൊടുക്കാം. അതൊക്കെയൊന്നും കൊടുത്തില്ല. കൊടുത്തു, പഴം കൊടുത്തു. അപ്പാപ്പന്റെ പ്രായം ഉണ്ടാക്കും. അവയ്ക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ബ്രോക്കലി വാങ്ങിച്ചപ്പോഴത്തേക്ക് ഫുൾ സാലഡ് കൊണ്ട് അപ്പോൾ കിങ് ഫിഷ് നിർവാന പിന്നെ ചിക്കൻ ഫ്രൈ. ഓക്കെ ഇത് ഭാവിക്ക് അപ്പം കൊടുക്കാണ്. മട്ടൺ അതെ കുറച്ച് വെച്ചാൽ മതി, വേസ്റ്റ് ചെയ്യണ്ട. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. താങ്ക് യു. എന്റെ വയറ്റിലിനി സ്ഥലമില്ല. ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കും? ഇത്രയും ഫുഡ് കണ്ടിട്ട് എങ്ങനെ കഴിക്കും എന്ന് ആലോചിച്ച് ഞാൻ കഴിച്ചോണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റില്ല. പിക്കിളുണ്ടോ? ആ ഓക്കെ. പിക്കിളില്ലാതെ എങ്ങനെ പിക്കിളില്ലാതെ എങ്ങനെ ബിരിയാണി കഴിക്കാം? ഫുഡ് കിട്ടിയിട്ടും കഴിക്കാൻ പറ്റാത്ത സങ്കടമാണ് എനിക്ക്. ഓ മൈ ഗോഡ്, വാട്ട് ടു ഡു? അയ്യോ ഞാൻ കഴിച്ചു മതിയാക്കി ഗൈസ്. കേരളാസ് ഓൺ കിച്ചൺ. കിച്ചൺ ഒന്ന് ചിക്കൻ. ഓ വർഷനി കേട്ടാ? അതന്നെ വർഷനി കേട്ടാ? അത് എല്ലാ തറവാട്ടിലും പുലമുടിക്കാനായിട്ട് ഈ തറവാട്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതാ ആ ചിന്ത എനിക്കല്ല വന്നതാ ഇവിടെ. ആ തല ഇവിടെ. എന്നോട് ഇത്ര സ്നേഹമുള്ളൊരു ആങ്ങളെ. നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്ത്. ഇതാണോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെസേർട്ട്? ഓക്കെ ഇതും കൂടെ കഴിക്കാനുള്ളൊരു സ്ഥലം. ബിപി കേക്ക് കേക്ക് ഷുഗർ കട്ടാ നിനക്കാ? നീ ഇപ്പൊ തുടങ്ങി ഷുഗർ കട്ട്?
അപ്പൊ 2 ദിവസം ഷുഗർ കട്ട്. ഗോഡ്. ഇതിന് ചീറ്റി 3 ദിവസത്തേക്ക് ചീറ്റി ഇല്ല, അവരൊക്കെ പെർഫെക്റ്റ് ആൾക്കാരാണ്. ചേട്ടനാണോ മാറ്റിയത്? ചേട്ടനാണോ മാറ്റിയത്? ചേട്ടനാണോ പ്രോത്സാഹനം? കാർത്തികൻ മൊത്തത്തിലൊന്ന്. ഓക്കെ, നമുക്കിത് കഴിക്കാം. ചേട്ടന് തരും, അവര് തരും. ഓ മൈ ഗോഡ്. ഓ അങ്ങനെ. ഈ സാധനം കൊണ്ടുവച്ചപ്പോഴത്തേക്ക് ആദ്യമേ വേണോന്ന്. തിരാമിസു ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അടിപൊളിയും അതെല്ലാം കൊള്ളാം കേട്ടോ. എനിക്ക് ഇത് കേക്ക്സ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ട. ഞാനിത് നേരത്തെ കഴിച്ചില്ലെന്ന് എനിക്ക് അറിയത്തില്ല. വരുന്നില്ല. അവൻ ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആവശ്യമുള്ളപ്പോ എല്ലാം പുറത്ത്. താങ്ക് യു. കേക്ക് ഉണ്ടല്ലോ, ഇവരോട് കട്ട് ചെയ്ത കേക്കാ. ഇതല്ലാതെ ഇപ്പൊ ഡെസേർട്ട് തന്ന കേക്കാം. റോസ് മിൽക്കാ. നമ്മള് കഴിഞ്ഞില്ല. ഇല്ല, ഇത് ബാക്കിയുണ്ട്. ഫിനിഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം കഴിച്ചു. ഹണി റോസ് അടിപൊളി, നല്ല ഡ്രിങ്ക് അല്ലേ? പണ്ട് ഇഷ്ടം, ഞാൻ കുടിച്ചിട്ട് പോലും യാതൊരു കുടിക്കുന്നു. അടിപൊളി അടിപൊളി. പി അതിന്റെ ഡിസ്ക്രിപ്ഷൻ കേട്ടിട്ട് അവിടെ പോയി കുടിച്ച് അടിപൊളി ആണ്. എങ്ങനെയുണ്ടായിരുന്നു കുട്ടാ? നല്ലപോലെ ഡയറ്റ് ഒക്കെ ആയിട്ട് വന്നതാ, ഇപ്പൊ ഒരു വയറുമായിട്ട് പോകണം. അതെ, വളരെ ടേസ്റ്റി. പക്ഷേ ഇനി എങ്ങനെ പോയി കിടന്നുറങ്ങുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. രാത്രി കൊള്ളായിരുന്നോ? നിനക്ക് ഡയറ്റ് ഒന്നും ഇല്ലല്ലോ. അതായിരിക്കും നല്ലത്. സനു ബ്രോ ഒരു ഫുഡ് എങ്ങനെ പേടിക്കാന്ന് ചേട്ടാ. ഓവറായിട്ട് തിന്ന ഞാനന്ന് വിശ്വസിച്ചത്. ഓവറായിട്ട് തിന്നത് അസുഖം വരും. അവിടെ പറഞ്ഞ കേട്ടാ ചേട്ടാ. അല്ലല്ല, ഓവറായിട്ട് കഴിച്ചാ അസുഖം വരും. ചോര് ഞാനെങ്ങനെ പലതും പറയും. ഇതൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് വല്ല ഭ്രാന്ത് തൊട്ടാ? ബൈ, താങ്ക് യു. ഞങ്ങൾ ഇറങ്ങുവാ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ താങ്ക് യു. നല്ല സർവീസ് ആയിരുന്നു. ബൈ. ഞാനും നിങ്ങളെ കൂടെ. അപ്പോൾ അതേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം എത്തിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ വ്ളോഗ് എൻഡ് ചെയ്യാണ്. നാളെ രാവിലെ എണീറ്റിട്ട് വീണ്ടും ഒരു യാത്രയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒട്ടും താമസിക്കാതെ കിടന്നുറങ്ങണം. എങ്കിലേ നാളെ കുറച്ച് ഫ്രഷ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി വാവേനെ ഫ്രഷ് ആക്കണം. അതിന് ശേഷം വേണം ഉറങ്ങാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.